ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പതിവ് പോലെ 2-3 ദിവസത്തെ കുക്കിങ്ങും വിശേഷങ്ങളും ഒക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ് കേട്ടോ. ഞാൻ ദോശയ്ക്ക് എന്തായാലും അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചട്നി ഉണ്ടാക്കാനുള്ളൊരു പരിപാടിയിലാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ടൊമാറ്റോ ചട്നിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരു ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട്, അതേപോലെ ഒരു മുഴുവൻ തക്കാളി, 2 പീസ് ഗാർലിക്, ഇത്രയാണ് കേട്ടോ ആവശ്യം. പിന്നെ എരിവിന് കൊല്ലമുളക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് ചൂടാറുമ്പോൾ മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ അടിച്ചു വെച്ച ചമ്മന്തി മിക്സ് അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല ടേസ്റ്റുള്ളൊരു ടൊമാറ്റോ ചട്നിയാണ് കേട്ടോ. അങ്ങനെ കുളിച്ച് റെഡിയായി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആളുടെ ഫേവറേറ്റ് മുട്ട ദോശയാണ് കേട്ടോ. എപ്പോഴും ദോശയിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ട് കൊടുക്കുന്നതാണ് എപ്പോഴും ഇഷ്ടം. വെറുതെ പ്ലെയിനായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുട്ട ദോശ ഇല്ലെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഒരെണ്ണത്തിൽ ഒരു മുട്ട കംപ്ലീറ്റ് ഒഴിക്കണം കേട്ടോ, എന്നാലാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. കുറച്ച് മാത്രം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഒരു ടേസ്റ്റ് കിട്ടില്ല. കംപ്ലീറ്റ് ഒരു ദോശയിൽ ഒരു മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഹെവി ആയിരിക്കും കേട്ടോ കഴിക്കാനായിട്ട്. മക്കൾക്കൊക്കെ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പുതിയ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തത് ഓൺലൈനിലാണ്, ഇവിടുത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹംദാനും ഹാറൂനും ഓരോ റൂമിലാണ് കേട്ടോ. ഹാസിമിനെ ഞാനൊരു ഉച്ച കഴിഞ്ഞിട്ടാണ് പ്ലേ സ്കൂളിലേക്ക് ആക്കാറുള്ളത്. രാവിലത്തെ പണിയുടെ ഇടയിൽ തന്നെ ഉച്ചക്കാലത്തേക്കുള്ള ലഞ്ചിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ അത് വരാൻ വേണ്ടിയിട്ട് ലേറ്റ് ആവും, പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലേറ്റ് ആവും. അങ്ങനെ മൊത്തത്തിൽ ലേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഫിഷും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അൽഫലാജിയിൽ നിന്നാണ് ഇപ്പോൾ മീൻ വാങ്ങിക്കാറ്. അവിടുത്തെ കുറച്ചും കൂടി നല്ല ഫ്രഷാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കുഞ്ഞി അയില കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറി വെക്കാൻ വേണ്ടിയിട്ട് 1 കിലോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാല തേച്ച് വെക്കുകയാണ്. മാങ്ങയിട്ട് കറി വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കണേ. പിന്നെ ഞാൻ ഇടിച്ചക്കയും കൂടി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് തോരനാക്കണം. അപ്പോൾ അത് നന്നാക്കി എടുക്കുക എന്നുള്ളത് കുറച്ചൊരു പണിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അരിയൊക്കെ അടുപ്പത്തേക്ക് ഇട്ട് മീനിന് മസാല വെച്ചതിന് ശേഷം ചക്കയുടെ പണികളിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ മീൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും ഉപ്പും കുറച്ച് വിനീഗറൊക്കെ തേച്ച് എടുത്ത് വെക്കുകയാണ് കേട്ടോ ഫ്രിഡ്ജിലേക്ക്. ആ ഒരു കറക്റ്റ് സമയമാകുമ്പോൾ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഓൺലൈൻ ക്ലാസ്സിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് കേട്ടോ. പിള്ളേർ കോവിഡ് ടൈമിൽ ഇരുന്നതാണ് എനിക്ക് ഓർമ്മ വന്നത്. ആ സമയത്ത് ഹാറൂൻ LKG UKG അറ്റൻഡ് ചെയ്തതൊക്കെ ഓൺലൈൻ ക്ലാസ് ആയിട്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് കേട്ടോ ഇവിടെയും. 2 പേരും ഓരോ റൂമിലാണ്. ഇടയ്ക്ക് ഹാസിമിൻ്റെ ചെറിയൊരു ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൻ ഇടയ്ക്ക് കളിക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് കയറിയൊക്കെ ചെല്ലും. കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ ഇവർക്ക് തന്നെ ഒരു മടുപ്പാണ് കേട്ടോ. കാരണം ഒരുപാട് നേരം സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ PT പീരീഡ് അല്ലെങ്കിൽ ലൈബ്രറി പീരീഡ് ഒന്നും ഇവർ അറ്റൻഡേ ചെയ്യാറില്ല. നമുക്ക് ഒരുപാട് ഫോഴ്സ് ചെയ്യാനും പറ്റില്ല കേട്ടോ. കാരണം എത്ര ടൈം എന്ന് വെച്ചിട്ടാണ് അവർ സ്ക്രീൻ ടൈമിൽ ഇരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനങ്ങനെ ഒരുപാട് നിർബന്ധിക്കാറൊന്നുമില്ല. ചില സമയത്ത് അങ്ങനെ ബ്രേക്ക് എടുത്തിരിക്കും. അവർക്ക് മെയിൻ ബ്രേക്ക്, ഫുഡ് ബ്രേക്ക് വരുന്നത് ഒരു 9:20 ആ ഒരു സമയത്താണ്. അപ്പോഴാണ് കേട്ടോ അവർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണേ. അങ്ങനെ മീൻ മസാലയൊക്കെ തേച്ച് വെച്ചതിന് ശേഷം അരി അടുപ്പത്തിടുകയാണ് കേട്ടോ. ഞാൻ ഓരോ ദിവസം മാറി മാറിയാണ് വെക്കാറ്. ഇന്ന് കുത്തരിയാണെങ്കിൽ പിറ്റേ ദിവസം വെള്ളരി, അങ്ങനെ മാറി മാറിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ എന്തായാലും മീൻകറിയുടെ പണിയും കൂടി കഴിഞ്ഞിട്ട് നമ്മുടെ ഇടിച്ചക്ക നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയുള്ളി, പച്ചമുളകും ഇഞ്ചിയൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം എല്ലാം ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഇപ്പോഴും നല്ല കട്ടയായിട്ടാണ് കേട്ടോ ഇരിക്കാറ്. കുറച്ച് സമയം എടുക്കും നമുക്ക് ഒഴിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാം നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷം അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. മാങ്ങ ഇട്ടാണ് കറി വെക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പൊടികളൊക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പും പുളിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് മാങ്ങയും നമ്മുടെ കുഞ്ഞി അയിലയും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ലാസ്റ്റ് കുറച്ച് തേങ്ങാപ്പാൽ കട്ടിയുള്ളത് ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല ഫ്രഷ് അയിലയായിരുന്നു കേട്ടോ. മീൻ ഫ്രഷ് ആണെങ്കിൽ കറി എങ്ങനെ വെച്ചാലും ഈ പറഞ്ഞോണം നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കാണെങ്കിലും കഴിക്കാൻ ഒരുപാട് മുള്ളൊന്നും ഇല്ലാത്ത അയിലയാണ് കേട്ടോ. ചെറിയ മീൻ കണ്ടപ്പോൾ അവർ മത്തിയാണെന്ന് വിചാരിച്ചു. അത് അവർക്ക് കഴിക്കാൻ നല്ല പേടിയാണ് കേട്ടോ. പക്ഷേ ഇതിൽ മുള്ളും കുറവാണ്. നോർമൽ വലിയ ഇല കഴിക്കുന്നത് പോലെ തന്നെ, എന്നാൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കറി വെച്ചതിനേക്കാളും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായത് ഫ്രൈ ചെയ്തപ്പോഴാണ്.
ഞാൻ നാട്ടിൽ അങ്ങനെ ചെറിയ അയില കാണാറില്ല കേട്ടോ. ഞാനിവിടെയും കണ്ടിട്ടില്ല, വളരെ റെയറായിട്ടാണ് ഞാനിങ്ങനെ കുഞ്ഞു അയില കണ്ടത്. അപ്പോൾ എന്തായാലും ഇനി ഇടയ്ക്കിടയ്ക്ക് വാങ്ങണമെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്, കാരണം അത്ര രുചിയായിരുന്നു. അങ്ങനെ മീനിൻ്റെ പണി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായി. കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ചക്ക ഒന്ന് നന്നാക്കി എടുക്കുകയാണ്. ചക്ക നന്നാക്കൽ വളരെ ബുദ്ധിമുട്ടുള്ള പണിയുമാണ്, എനിക്കിഷ്ടമല്ലാത്തൊരു പണിയും കൂടിയാണ്. എൻ്റെ കത്തികളെല്ലാം മൂർച്ചയൊക്കെ പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചക്ക നന്നാക്കാൻ പറ്റിയൊരു കത്തിയും എൻ്റെ അടുത്തില്ല. ഞാനൊരു സ്റ്റീലിൻ്റെ കട്ടിംഗ് ബോർഡാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കത്തികളുടെ മൂർച്ച പോകും കേട്ടോ. അപ്പോൾ അത് അറിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല മൂർച്ചയുള്ള കത്തികൾക്കൊന്നും ഇപ്പോൾ മൂർച്ചയില്ല. മാത്രമല്ല ചക്ക വെട്ടണമെങ്കിൽ അത്യാവശ്യം മൂർച്ച കൂടുതൽ തന്നെ വേണം. അപ്പോൾ ഉള്ള കത്തി വെച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടിച്ചക്കയുടെ നമ്മുടെ തൊണ്ട് ആദ്യം കളഞ്ഞെടുത്തതിന് ശേഷം സെൻറ്ററിലുള്ള ആ ഒരു കട്ടിയുള്ള ഭാഗം കൂടി കട്ട് ചെയ്തിട്ട് സ്ക്വയർ പീസുകളായിട്ട് എടുത്താൽ മതി. എന്നിട്ട് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് നോർമലി വേവിച്ചെടുക്കാൻ പാത്രത്തിൽ അല്ലെങ്കിൽ കുക്കറിലാണെങ്കിൽ ഒറ്റ വിസിൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരുപാട് വേവോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിലേക്ക് തേങ്ങയുടെ ഒരു കൂട്ട് ഒതുക്കിയെടുക്കാനുണ്ട്. തേങ്ങയും ചെറിയുള്ളിയും ജീരകവും പച്ചമുളകും ഒക്കെ ആയിട്ട് ചെറിയൊരു തേങ്ങയുടെ കൂട്ട് ഒതുക്കിയെടുക്കണം. എന്നിട്ട് ഇത് വേവിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് ഒരു ചക്കയ്ക്ക് 12 ദിർഹംസ് അത്രയൊക്കെയാണ് കേട്ടോ വന്നത്. കുറച്ച് റേറ്റ് ഉണ്ട്, എന്നാലും കണ്ടപ്പോൾ കൊതി സഹിക്കാൻ വയ്യാതെ അങ്ങനെ വാങ്ങിയതാണ്. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞ് വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് കളയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ പാത്രത്തിൽ തന്നെയാണ് വേവിച്ചെടുത്തത്. ഇത് മൺചട്ടി ആണെങ്കിലും അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളൊരു പാത്രം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിൽ തന്നെ എടുത്ത് ഞാൻ ഉടച്ചു കൊടുത്തത്. നമ്മൾ ഉടച്ചു കൊടുക്കുമ്പോഴത്തേനും അത് നല്ല വിട്ട് നല്ല പാകത്തിന് കിട്ടും കേട്ടോ. എന്നിട്ട് കടുകൊക്കെ പൊട്ടിച്ച് തേങ്ങയൊക്കെ ഒതുക്കി നമുക്കൊന്ന് ചിക്കിയെടുക്കാം. വൈകുന്നേരം എനിക്കൊരു ടീ പാർട്ടി ഉണ്ട് കേട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ജസ്റ്റ് ഒന്ന് ചായ കുടിച്ചിരിക്കാം. അവളുടെ വീട്ടിൽ നല്ല സ്പീക്കർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 പാട്ടൊക്കെ പാടി വരുമ്പോൾ ഭയങ്കര സുഖമാണ് കേട്ടോ. അവിടെ നിന്ന് 2 സ്പീക്കറും 2 മൈക്കും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ജോയിൻ്റ് ആയിട്ടൊക്കെ പാട്ട് പാടാൻ പറ്റും കേട്ടോ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും പാട്ട് പാടാൻ കൂടുന്നൊരു സ്ഥലമാണത്. അപ്പോൾ അവിടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവൾ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഇടിച്ചക്ക മുഴുവനും നല്ല ഇടിച്ച് പരിവാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ തേങ്ങയും കടുകൊക്കെ പൊട്ടിച്ച് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ, ചെറിയുള്ളി, ചെറിയ ജീരകം, ഒരു ഗാർലിക്ക്, 2-3 പച്ചമുളകൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കുക. അപ്പോൾ ഇതിലേക്ക് തന്നെ വേപ്പിലയും വേണമെങ്കിൽ ഇടാം, അതല്ലെങ്കിൽ സെപ്പറേറ്റ് ഇട്ട് കൊടുക്കുക ചെയ്യാം. ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഫിഷും ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നാട്ടിൽ ഇതൊക്കെ നമുക്ക് എപ്പോഴും അവൈലബിൾ ആണല്ലോ. എപ്പോഴും കിട്ടുമ്പോൾ നമുക്കതിനൊരു വാല്യൂ ഉണ്ടാവാറില്ല. ഇതിപ്പോൾ വല്ലപ്പോഴും കിട്ടുമ്പോൾ അത് കാണുമ്പോഴും ഉണ്ടാക്കുമ്പോഴൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഒരു സന്തോഷമൊക്കെയാണ്. അപ്പോൾ ഇക്കാക്കാണ് കേട്ടോ ചക്കയുടെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാൾ. എനിക്കും പേഴ്സണലി നല്ല ഇഷ്ടമാണ്. അപ്പോൾ ആളെന്തായാലും ഉച്ചയ്ക്കില്ല, രാത്രി വരുമ്പോൾ കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അങ്ങനെ ഫുഡെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി എനിക്ക് പിള്ളേർക്ക് കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റിലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ പിന്നെ ഒരുപാട് വിളമ്പി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ മീൻകറിയും ഫിഷ് ഫ്രൈയും ഇടിച്ചക്ക തോരനൊക്കെ ആയിട്ട് നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഹംദാനും ഹാറൂനും കൂടി ഞാനിതിലാണ് വാരി കൊടുക്കുന്നത്. ബാക്കി വന്ന ചോറ് ഞാനും കഴിക്കും, വേണമെങ്കിൽ എക്സ്ട്രാ ഇട്ട് കഴിക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഹംദാന് ഓൾറെഡി ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹാറൂന് 1:20-നും ഹംദാന് 2 മണി 2:15 ആ ഒരു സമയത്താണ് കേട്ടോ ക്ലാസ്സൊക്കെ കഴിയുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുളിച്ച് നിസ്കരിച്ചിട്ട് ഫുഡ് കഴിക്കും. ചില ദിവസങ്ങളിൽ അവർ നേരത്തെ കുളിക്കും, രാവിലെ എണീറ്റ പാടെ കുളിക്കും. അത് നേരത്തെയുള്ള ശീലമായതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ പിള്ളേർ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് കളിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഹാസിമിനെയും ഞാൻ പ്ലേ സ്കൂളിലാക്കുമ്പോൾ ഒരു 3 മണി സമയത്ത്. എന്നിട്ട് ഞങ്ങൾ നേരത്തെ ശാരികയുടെ വീട്ടിൽ കൂടിയിട്ടാണ്. അവൾ എന്നും ചെല്ലുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഫുഡാണ് പണിയാരം. ഞങ്ങളുടെ ഫേവറേറ്റ് ആണ് കേട്ടോ. ദോശമാവിന് അരയ്ക്കണ പോലെ തന്നെ അരയ്ക്കും. എന്നിട്ട് അതിലേക്ക് ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പിലേക്ക് അരിഞ്ഞിട്ടിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് നമ്മൾ പുളിപ്പിക്കാൻ വെക്കില്ല, അരച്ച ഉടനെ തന്നെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഫുഡടിയും ചായയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കലാപരിപാടികളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ചു നേരം പാട്ടൊക്കെ പാടി റിലാക്സ് ചെയ്തിരുന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. പിള്ളേർ 2 പേരും ഓൺലൈൻ ക്ലാസ്സിലാണ്. എനിക്ക് എന്തോ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നിട്ട് എന്നെ വിളിച്ചതാണ്. അപ്പോൾ അത് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ഹാസിമും കൂടെ വന്നതാണ് കേട്ടോ. വന്നു കഴിഞ്ഞപ്പോൾ താഴെ 2 കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നു. എന്നാൽ പിന്നെ ഞാനും കളിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് ഹാസിമും കൂടിയതാണ്.
വിളിച്ചിട്ട് വരണേ ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറേ നേരം 3 പേരും കൂടി അവിടെ നിന്ന് കളിച്ചു. ഇതാണ് നമ്മളുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. PT പീരീഡ് മാക്സിമം അവൻ കയറാറില്ല, മടി പിടിച്ചിട്ട്. ഇപ്പം ഞാൻ നിൽക്കണോണ്ടാണ് കേട്ടോ അത് അറ്റൻഡ് ചെയ്യുന്നത് തന്നെ. അങ്ങനെ ഞാൻ ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് കടന്നു. അപ്പോൾ എപ്പോഴും ഞാൻ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലെറ്റ്യൂസ് വാങ്ങിക്കാറുണ്ട്. അങ്ങനെ 2-3 ദിവസം സാലഡ് ഉണ്ടാക്കും, പിന്നെ ബാക്കി അതവിടെ ഇരുന്ന് പോകാറാണ് കേട്ടോ പതിവ്. അങ്ങനെ ഞാനൊരു വീഡിയോ കണ്ടു, സാലഡ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് തോരനാക്കി എടുക്കാം. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല കേട്ടോ ഇത് കുക്ക് ചെയ്ത് കഴിക്കുക എന്നുള്ളത്. എപ്പോഴും നമ്മൾ ലെറ്റ്യൂസ് ഒന്നെങ്കിൽ ബ്രെഡിലൊക്കെ വെച്ച് കഴിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സാലഡാക്കി കഴിക്കും, അങ്ങനെയൊക്കെയാണല്ലോ ചെയ്യാറ്. അപ്പോൾ എന്തായാലും അത് തോരനാക്കാമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ നമ്മുടെ ചീരയൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത് പോലെ ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് വെളിച്ചെണ്ണയിൽ തന്നെ, അല്ലെങ്കിൽ ഓയിൽ ഏത് വേണമെങ്കിലും എടുക്കാം, കടുകൊക്കെ പൊട്ടിച്ച് അതിലിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ അതിലേക്ക് തേങ്ങയും മുട്ടയൊക്കെ ഇട്ടിട്ട് ചിക്കി എടുത്താൽ മതി. പിന്നെ കറിയായിട്ട് മോരുകറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുമ്പളങ്ങയൊക്കെ വേവിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങയൊന്നും അരച്ചൊഴിക്കുന്നില്ല, പെട്ടെന്ന് ഈസി ആയിട്ട് തൈര് തന്നെ അടിച്ചൊഴിക്കുന്ന സിമ്പിൾ മോരുകറി ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തൈരൊന്ന് നന്നായിട്ട് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുത്തിട്ട് അരപ്പൊക്കെ വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കടുകൊക്കെ താളിച്ചാൽ മതി കേട്ടോ, വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. കുമ്പളങ്ങയും കുറേ നാളായിട്ടാണ് ഫ്രിഡ്ജിലിരിക്കുന്നത്. ചില സാധനങ്ങൾ ഫ്രിഡ്ജിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇരുന്ന് പോവും. ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇന്നാവട്ടെ നാളെ ആവട്ടെ എന്ന് വിചാരിക്കും കേട്ടോ, അതാണ് പ്രശ്നം. അപ്പോൾ എന്തായാലും ഈ 2 സംഭവങ്ങളും തീർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം അയിലയുടെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് 2 മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലൊരു മാങ്ങ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ കറി വെച്ചത്. ആ മീൻകറി ഇനിയും കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ഒരു മാങ്ങ വെച്ചിട്ട് നമ്മുടെ ഇൻസ്റ്റൻറ്റ് അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അച്ചാറെന്നൊന്നും പറയാൻ പറ്റില്ല, ചെറുതായിട്ടിങ്ങനെ മാങ്ങയൊക്കെ കട്ട് ചെയ്ത് മുളക് പൊടിയും ഉലുവാപ്പൊടിയും നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഒരു സംഭവം. അതെന്തായാലും പെട്ടെന്ന് തന്നെ തീരും. ഹംദാൻ്റെ ഫേവറേറ്റാണ് കേട്ടോ മാങ്ങ. ചോറിൻ്റെ കൂടെ അതുണ്ടെങ്കിൽ പിന്നെ വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ തേങ്ങയും ലെറ്റ്യൂസൊക്കെ ഇട്ടിട്ട് ഞാൻ തോരൻ എന്തായാലും റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ മുട്ടയൊക്കെ ചിക്കിയിട്ട് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് ക്യാബേജിൻ്റെ തന്നെ ടേസ്റ്റ് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ. എന്നാലും സംഭവം അടിപൊളിയായിരുന്നു. ഇനി ലെറ്റ്യൂസൊക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല, നമുക്ക് തോരനാക്കി എടുക്കാം. അങ്ങനെ അതേ ഒരാൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അവന് ലഞ്ചൊക്കെ കൊടുത്തിട്ട് പ്ലേ സ്കൂളിൽ വിടണം. അതിൻ്റെ ഇടയിൽ അവിടെ ഓൺലൈൻ ക്ലാസ്സൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഇടയ്ക്ക് ബ്രേക്ക് എടുക്കുന്നുണ്ട്, അങ്ങോട്ട് നടക്കുന്നുണ്ട്, ഇങ്ങോട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഇടയിലുള്ള മെയിൻ പരിപാടി കോൾഡ് കോഫി കുടിക്കലാണ് കേട്ടോ. എല്ലാവർക്കും കോൾഡ് കോഫി വേണം. ഹാസിമും കൂടി അതിന് അഡിക്റ്റ് ആയതോടുകൂടി എനിക്ക് നല്ല പണിയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കിച്ചണിൽ വരും. പാലായതുകൊണ്ട് തന്നെ ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ലഞ്ചൊന്നും കഴിക്കാനായിട്ട് വലിയ വിശപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ, അതാണ് പ്രശ്നം. അങ്ങനെ നമ്മുടെ കറികളെല്ലാം സെറ്റായിട്ടുണ്ട്. തലേ ദിവസത്തെ മീൻകറി, ഫിഷ് കുറച്ചും കൂടി പൊരിക്കാനുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. നമ്മുടെ ലെറ്റ്യൂസ് തോരൻ, പപ്പടം, നമ്മുടെ ഇൻസ്റ്റൻറ്റ് അച്ചാർ, അതൊക്കെ കൂട്ടി നല്ലൊരു പിടി പിടിച്ചിട്ടാണ്. നല്ലൊരു ലഞ്ചായിരുന്നു ഇന്നത്തെ. മക്കൾക്ക് ഓൺലൈൻ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തെങ്കിലും ബുക്സും കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇവരുടെ നോട്ട്ബുക്സൊക്കെ ആണെങ്കിൽ സ്കൂളിൽ നിന്ന് തന്നെ വാങ്ങിക്കണം. അപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞിട്ട് ഞാനങ്ങനെ ബുക്കൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പല സ്കൂളുകളിലും ബുക്കും കാര്യങ്ങളും ഒന്നും എത്തിയിട്ടില്ല കേട്ടോ. എല്ലായിടത്തും എല്ലാ കാര്യങ്ങളും പെൻഡിങ്ങിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെ ബുക്സൊക്കെ അവൈലബിൾ ആണ്, ഇന്ന ടൈമിൽ ചെല്ലണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ കൈയോടെ പോയി വാങ്ങിയതാണ് കേട്ടോ. ഹംദാന് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ പഴയത് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇക്കാടെ ഫ്രണ്ടിൻ്റെ മോൻ്റെ അടുത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബാക്കി നോട്ട്ബുക്സ് മാത്രമാണ് കേട്ടോ അവിടെ നിന്ന് വാങ്ങിയത്. പിന്നെ ഹാറുവിൻ്റെ നോട്ട്ബുക്സും ടെക്സ്റ്റെല്ലാം സ്കൂളിൽ നിന്ന് തന്നെ വാങ്ങി. അങ്ങനെ വീട്ടിലെത്തി വൈകുന്നേരം പാൻ കേക്ക് ഉണ്ടാക്കണമെന്നും പറഞ്ഞിട്ട് ഇവിടെ ഭയങ്കര ബഹളോട്ടാണ് 2-3 ദിവസമായിട്ട് പിള്ളേർ. ഹാറുവിൻ്റെ ഫേവറേറ്റ് ആണ് പാൻ കേക്ക്. അപ്പോൾ കുറേ നാളായി അത് ഉണ്ടാക്കിയിട്ട്, അപ്പോൾ എന്തായാലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ബാറ്ററും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചതാണ്. അത് മാത്രം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ രാത്രിയിലത്തേക്ക് ശരിയാവില്ല, അപ്പോൾ അതുകൊണ്ട് കൈയോടെ കുറച്ച് പാസ്തയും കൂടി ആക്കി എടുക്കുന്നുണ്ട്. പാസ്ത ആദ്യം തന്നെ കുറച്ച് ഉപ്പും ഓയിലൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഓയിലും ബട്ടറും കൂടി ഒരുമിച്ച് ആഡ് ചെയ്തിട്ട് സവാള, ക്യാരറ്റ്, ഗാർലിക് ഇത്രയും നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് വേവിച്ച പാസ്തയും പിന്നെ ഫ്രഷ് ക്രീമും പാലും ഒക്കെയാണ് കേട്ടോ ഒഴിക്കുന്നത്. പിന്നെ ചീസ് ആഡ് ചെയ്യാം. ചീസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ പൊടികളായിട്ട്
പാപ്രിക്ക, ഒറിഗാനോ, ഗാർലിക് പൗഡർ, ഒനിയൻ പൗഡർ, പിന്നെ മിക്സഡ് ഹെർബ്സ് ഇത്രയൊക്കെയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഫ്രഷ് ക്രീമാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ് പാസ്തയ്ക്ക്. എപ്പോഴും ഭയങ്കര ക്രീമി ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ തന്നെ പിള്ളേർക്ക് നല്ല ഇഷ്ടമാവും കഴിക്കാനായിട്ട്. ഇതങ്ങോട്ട് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഡിന്നറിൻ്റെ കാര്യത്തിനൊരു സമാധാനമാണ് കേട്ടോ പിള്ളേർക്ക്. അത് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നും പോയൊക്കെ കഴിച്ചോളും. പാൻ കേക്കിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ചോക്ലേറ്റ് സിറപ്പ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് ഞാൻ ഉണ്ടാക്കാമെന്നുള്ളൊരു പ്ലാനിങ്ങിലേക്ക് എത്തിയത്. അപ്പോൾ അതിൻ്റെ ബാറ്ററിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു മുട്ട, അതിനാവശ്യത്തിന് ഉപ്പ്, പഞ്ചസാര, വാനില എസൻസ്, മിൽക്ക് അത്ര ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു മുട്ടയ്ക്ക് 1/2 കപ്പ് മിൽക്ക് അത്രയാണ്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ആ ഒരു ബീറ്റ് ചെയ്തെടുക്കുന്നതിലാണ് ഇതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് വരുന്നത്. നമ്മൾ മുട്ട എത്രത്തോളം ബീറ്റ് ചെയ്യുന്നു അത്രയും സോഫ്റ്റ് ആയിരിക്കും കേട്ടോ പാൻ കേക്ക്. നന്നായിട്ട് അടിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കുക. 1 കപ്പ് മൈദയ്ക്ക് 1/2 കപ്പ് മിൽക്ക്, ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ചുട്ടെടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ, വേറെ ഒരു പരിപാടിയില്ല. എന്നിട്ട് ചോക്ലേറ്റ് സിറപ്പോ ഹണിയോ നമുക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യുക. ഫ്രൂട്ട്സൊക്കെ മുകളിൽ ടോപ്പിംഗ് ചെയ്ത് കൊടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ നമ്മുടെ ഈവനിങ് സ്നാക്സ് ഇതേ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കട്ടെ, അടിപൊളിയാണ്. ഇത് ഹാറൂൻ്റെ മാത്രം ഫേവറേറ്റ് ആണ് കേട്ടോ. ഹാസിമോ ഹംദാനോ വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. ഇനി ഭയങ്കര വിശപ്പൊക്കെ ആണെങ്കിൽ കഴിക്കുമെന്ന് മാത്രം. ഹാസിമിൻ്റെ ഫേവറേറ്റ് എപ്പോഴും പാസ്തയാണ് കേട്ടോ. അങ്ങനെ പിള്ളേർക്കൊക്കെ കൊടുത്തു. ഹംദാൻ ഇതുവരെ കളി കഴിഞ്ഞ് എത്തിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇക്കാക്ക് ഇതിൻ്റെ ഇടയിൽ ഡിന്നറും കൂടി ആക്കി വെക്കുകയാണ് കേട്ടോ. ഇത് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു മുട്ടക്കറിയാണ് കേട്ടോ. ഉരുളക്കിഴങ്ങും തക്കാളിയും മാത്രം ഇട്ടിട്ട് സവാള ഒന്നും ആഡ് ചെയ്യാത്ത ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു മുട്ടക്കറി. ഭയങ്കര സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. അതെന്തായാലും ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ പേജിൽ തന്നെ കൊടുക്കാം കേട്ടോ. പിന്നെ ഫ്രോസൺ ചപ്പാത്തി ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ചുട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കുക്കിംഗ് പരിപാടികളൊക്കെ ഏകദേശം അവസാനിക്കും. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ 2 ദിവസത്തെ കുക്കിങ്ങും ലഞ്ചും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, റെസിപ്പീസും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.